എപ്പോഴെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടോ ഇനി എല്ലാം അവസാനിപ്പിക്കാം? നമ്മുടെ മനസ്സിലായില്ല. ഞാൻ അത്ര റിസ്ക് എടുത്തിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തത്. വീട്ടിൽ നിന്ന് വരെ പുറത്തായ അവസ്ഥയിലായി ഞാൻ. നിങ്ങളുടെ അമ്മമാരുടെ ആൾക്കാരാകുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു. ഇല്ലേ, ഞാൻ അത്ര കണക്കാക്കിയപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയില്ല. ഞാനത് തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ മനസ്സിലാക്കിയില്ല. അതാണ് സത്യം. രക്ഷപ്പെടണം, അവർക്ക് അത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മരിക്കാൻ ഇറങ്ങുന്നത്. ജനിക്കുന്ന കുട്ടിയും ഈ ഒരു രോഗാവസ്ഥയിലുള്ള ഒരു കുട്ടി തന്നെ ആയിരിക്കുമോ എന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ എന്ന് പറയണം. കണ്ണിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ? കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കണ്ണ് ഓപ്പൺ ആയിരിക്കും. കണ്ണടയ്ക്കുമ്പോൾ അങ്ങനെ അടയിലാണ്ട്, അത്രേ ഉള്ളൂ. കാഴ്ച കുറഞ്ഞു, എനിക്ക് തരുമൊക്കെ പറ്റില്ല ഡോക്ടറെ, എനിക്കതിൽ ചെയ്തതായോ എന്ന് പറഞ്ഞിട്ട് വരെ അവർ ചെയ്തു തന്നെയില്ല. ഡോക്ടർമാർക്ക് ഇത് അറിയില്ല, കണ്ടുപിടിച്ചിട്ടില്ല അവർ. പലർക്കും പല അവസ്ഥയാണ്. ഏറ്റവും ഡേഞ്ചർ എനിക്കാണ്. ഇപ്പോൾ ഒരു വിവാഹം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു പാരൻസിനും ബാക്കി എല്ലാവർക്കും ഒരു പേടി എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കുട്ടിയും ഈ ഒരു രോഗാവസ്ഥയിലുള്ള ഒരു കുട്ടി തന്നെ ആയിരിക്കുമോ എന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ എന്ന് പറയണം. അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡോക്ടേഴ്സിനോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു? അങ്ങനെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വരില്ലേ, അങ്ങനെയൊക്കെ? അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വികലാംഗൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണും, എന്തായാലും വികലാംഗനാണല്ലോ, അപ്പോൾ നടക്കാം വരാം സാധ്യതയുണ്ടെന്ന് പറയും. എന്നാൽ മാതിരി തന്നെയാണ് നമുക്കും നമ്മുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെ അവിടെ തന്നെ ഒരാളുണ്ട്, വിവാഹം കഴിഞ്ഞ് 2 പേരും വികലാംഗരാണ്. കുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല, നല്ല നല്ല മക്കൾ, വലുതായി അവരൊക്കെ, മനസ്സിലായ. അപ്പോൾ വരാം, അവർ പറയുമ്പോൾ അവർ വരാം എന്ന് പറയും. പക്ഷെ 2 പേർക്കും ഇല്ല, അവർ പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും വന്നില്ല 2 പേരും. അപ്പോൾ ഉറപ്പായിട്ടും ഡോക്ടർമാർ പറയില്ലേ എന്തായാലും ഉണ്ടാവുന്നത്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഉണ്ടാവണ്ടേ? പാരമ്പര്യമായിട്ട് ആർക്കും ഇല്ല ഇതിങ്ങനെ, ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാൾക്കും ഇല്ല. അപ്പോൾ അതെങ്ങനെ വരണേന്ന് ആർക്കും അറിയില്ല. പ്രശ്നം. കണ്ണിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ? കണ്ണ് കാറ്റടിച്ച് ഡ്രൈ ആവും, കണ്ണിൽ നിന്ന് വെള്ളം വരും. വെള്ളം വന്നു കഴിഞ്ഞാൽ വേദന എടുക്കും, ആദ്യ വേദനയായിരിക്കും. വേദന കണ്ണിൽ നിന്ന് വെള്ളം വരും. അതായത് നമുക്കിപ്പോൾ ഡ്രൈ ആയിരിക്കും, അപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ പഠിക്കുന്ന നന്നായി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞാൽ മേലെ ഞങ്ങൾക്ക് കാറ്റടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും. കണ്ണിൽ നിന്ന് വെള്ളം വന്ന് കണ്ണിൻ്റെ വെള്ളം വറ്റും, അപ്പോൾ ഡ്രൈ ആവും. ഡ്രൈ കഴിഞ്ഞാൽ വേദന തുടങ്ങും, അപ്പോൾ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കണ്ണ് ഓപ്പൺ ആയിരിക്കും, അടയില്ല, മെണ്ടയില്ല കണ്ണിന്. കിടന്നുറങ്ങുമ്പോൾ കണ്ണടയില്ല, അതാണ് കാഴ്ച പറയണത്. ഞങ്ങൾക്ക് പൊടിപടലങ്ങളൊക്കെ അടിക്കുമല്ലോ, പൊടിപടലങ്ങളൊക്കെ ഉള്ളിലേക്ക് അടിക്കുമ്പോൾ കണ്ണ് കംപ്ലൈൻറ്റ് വരും. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ പീലിയില്ലേ, ആ പീലിയാണ് നമ്മുടെ കണ്ണ് ക്ലീൻ ചെയ്യുന്ന സാധനം. ഭംഗിയല്ല, അതില്ല. കണ്ണടയ്ക്കുമ്പോൾ അങ്ങനെ അടയിലാണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ അടയ്ക്കുന്നുണ്ട് ഇപ്പോൾ, അത്രേ ഉള്ളൂ. മനസ്സിലായ? കാണില്ല, നിങ്ങൾക്ക് തുറന്നിരിക്കണ വരില്ല, അടയില്ല. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾക്ക്. കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോൾ പല ഡോക്ടറെയും കാണിച്ചപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അവസ്ഥ കാരണം അവരൊന്നും ചെയ്യണമില്ല. എനിക്ക് കാഴ്ച കുറഞ്ഞു, എനിക്ക് തീരൊക്കെ പറ്റുന്നില്ല ഡോക്ടറെ, എനിക്കതിൽ ചെയ്തതായോ എന്ന് പറഞ്ഞിട്ട് വരെ അവർ ചെയ്തു തന്നെയില്ല. ഒരുപക്ഷെ അതിനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ചികിത്സകളോ അവർക്ക് കണ്ടുപിടിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പേടിയായിട്ട് അവർക്ക് ചെയ്യാൻ, പേടിയായിട്ട് അവർക്ക് റിസ്ക് വെച്ചിട്ട്. റിസ്ക് ആണ്, അതാണ് കാര്യം. മറ്റുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ അവർക്ക്, പക്ഷെ എന്നെ കാണുമ്പോൾ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീർന്നുല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടായി എന്തെങ്കിലും പുലിയോലോ എന്ന് അവരുടെ ജോലിനെ ബാധിക്കില്ലേ. ഞാൻ പല ഡോക്ടർമാരെയും സമീപിച്ചത്, എനിക്ക് തീരെ പറ്റാണ്ടായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പല ഡോക്ടർമാരുടെ അടുത്തേക്കും സമീപിച്ചു. അവർ ഇതാ പറയണേ, എന്തെങ്കിലും പറഞ്ഞ് വിടും. അതങ്ങനെ ഒരു കാര്യം. കണ്ണും പ്രശ്നമാണ്, എല്ലാം കൊണ്ടും പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. കാരണം വരെയല്ല, മൊത്തം പ്രശ്നമാണ്. ഇപ്പം എത്ര വയസ്സുണ്ട് ചേട്ടന്? എനിക്കിപ്പോൾ 45 വയസ്സ് കഴിഞ്ഞു. ഇപ്പം ഈ 45 വർഷം ഈ ഒരു അവസ്ഥയിൽ അതിജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. അല്ല, പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടൊന്നുമില്ല, തോന്നാറൊക്കെ ഉണ്ട്, ചെയ്യണം തോന്നാറുണ്ട്. പലപ്പോഴും ഞാൻ അങ്ങനെ മതി
നമുക്കൊരു ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വേണം ജീവിക്കണമെങ്കിൽ. വേണ്ടേ? ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ കാല് വാരി. എന്താ ചെയ്യുക? എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് വിഷമം. എന്നു വെച്ചാൽ അത് എനിക്ക് രണ്ടുപേരുടെ സൈഡ് അറിയാവുന്നത് കൊണ്ട് എനിക്കൊരു വിഷമം. പക്ഷെ എന്നെ മനസ്സിലാക്കിയില്ല, അതാണ് സത്യം. അല്ലെങ്കിൽ രണ്ടാമത്തേന് മുതലില്ല. ഞാനത് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ അമ്മേരെ ആൾക്കാരാകുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു ഇല്ലേ. ഞാൻ അത്രയും കണക്കാക്കിയുള്ളൂ. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയില്ല. വേറെ നല്ലത് വരും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എന്തായി നമുക്കറിയാം. അതായത് ഞങ്ങളുടെ അമ്മേരുള്ള ആൾക്കാരല്ലാണ്ട് അവർക്ക് പറ്റില്ല. പറ്റുമോ? ചിന്തിക്കാൻ പറ്റില്ല. അവർക്കാരും പറ്റില്ല. ഞാനത് ആഗ്രഹിച്ചു. പക്ഷേ നമ്മുടെ മനസ്സിലായില്ല. ഞാൻ അത്ര റിസ്ക് എടുത്തിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തത്. വീട്ടിൽ നിന്ന് വരെ പുറത്തായ അവസ്ഥയിലായി ഞാൻ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സിലായോ? പണ്ടൊക്കെ ഒരു അന്ധവിശ്വാസം ഉണ്ടല്ലോ, കാരണം എന്തെങ്കിലും ഒരു സ്കിൻ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സർപ്പശാപമായിരിക്കാം, സർപ്പകോപം കൊണ്ടാണ് ഇന്ന അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊച്ചിലെ എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ചേട്ടനോട് പറയില്ലായിരിക്കാം, ചിലപ്പോൾ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും ഒക്കെ ആയിരിക്കാം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും അച്ഛനും കൂടി മുമ്പ് തന്നെയാണ് പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അന്ന് സൈക്കിളുമ്മ കൊണ്ടുപോകുമ്പോൾ ഓരോരുത്തർ പിടിച്ച് നിർത്തി ചോദിക്കും, എന്താ പുള്ളി ഇതാണോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് എവിടെയാണ് കാണിച്ചത്, എന്താ കാണിച്ചതെന്നൊക്കെ ചോദിക്കും. അത് കഴിയുമ്പോഴാണ് പിന്നെ അവർ പറയുക, ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ മതി, അവിടെ പാമ്പിൻ്റെ ഇതാണ്, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവരുടെ വക ട്രീറ്റ്മെൻ്റ് ആയിരിക്കും മൊത്തത്തിൽ. അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പം അച്ഛൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയത്. പുറത്തിറങ്ങാൻ പറ്റാൻ ആൾക്കും വിഷമമായി തുടങ്ങി. അപ്പോൾ പിന്നെ എന്നെ പുറത്തിറക്കാണ്ടായി. മൂത്ത കുട്ടിയല്ലേ? ഞാൻ മൂത്തത്. അനിയന്മാരോ ചേട്ടന്മാരോ? എൻ്റെ താഴെ ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്കൊന്നും കുഴപ്പമില്ല, അനിയന് കുഴപ്പമില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേന്ന് ഡോക്ടേഴ്സിനോടോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഡോക്ടർമാർക്ക് ഇത് അറിയില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലൊന്നും കിട്ടണില്ല. ഒരുവിധം ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ കിട്ടേണ്ടതാണ്. പക്ഷെ ബ്ലഡിൽ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല അല്ലേ? ഇതിപ്പോൾ ഒരാൾക്ക് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് പല ആൾക്കാർക്കുണ്ട്. ഞാൻ മാത്രമല്ല, കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ പിഴച്ചു എന്ന് പറയാം. ഇതെല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ വരണമെന്നില്ലല്ലോ. അപൂർവം വരാം. പക്ഷെ ഇത് കുറേ ആൾക്കാർക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അസുഖം. നേരിടുന്നുണ്ട് പല ആൾക്കാരും. എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യുന്നത് ഇപ്പോൾ? ശാരീരിക ഭയങ്കര വലിച്ചിലായിരിക്കും. മൊത്തത്തിൽ ഭയങ്കര എന്ന് പറയാൻ വലിഞ്ഞ് പൊട്ടും. അപ്പം നമ്മൾ വലിഞ്ഞ് പൊട്ടും. ഇപ്പം എന്തെങ്കിലും തൂക്കാനാണെങ്കിലോ അല്ലെങ്കിൽ തുടയ്ക്കാനോ ഒക്കെ അങ്ങനെ പൊട്ടണില്ല. പക്ഷെ നമ്മൾ മെഡിസിൻ ഇട്ടില്ലെങ്കിലാണ് നമ്മുടെ സ്കിന്നിന് പൊട്ടുക. ഇട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മരുന്ന് ചിലപ്പോൾ കൈ നീട്ട് നേരത്തെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടും. അങ്ങനെ ഉണ്ടാവും. മൊത്തത്തിൽ കഴുത്തിലൊക്കെ എൻ്റെ അങ്ങനെ പൊട്ടിയിട്ട് അതുകൊണ്ട് ഇപ്പോൾ കഴുത്ത് തിരിക്കാനൊന്നും പറ്റില്ല. അത്രേ ഉള്ളൂ. അങ്ങനെയായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന എടുക്കുമ്പോൾ കഴുത്ത് തിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ മരുന്ന് പല സാഹചര്യങ്ങളും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ അത് അങ്ങനെ ഇരുന്ന് സെറ്റായി. അങ്ങനെ കൈ പൊന്തിക്കാനായിട്ട് വിഷമമാണ്. അപ്പം അങ്ങനെ ഇരുന്ന് എങ്ങനെയാ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കും ഇപ്പോൾ മൊത്തത്തിൽ. നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ചില സമയത്തൊക്കെ വലിഞ്ഞ് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ വിഷമമാണ്. പിന്നെ മരുന്നൊക്കെ ഇട്ട് ഉണങ്ങിയതിന് ശേഷമൊക്കെ നടക്കാൻ പറ്റും. അപ്പോൾ ചില സമയത്തൊന്നും കുഴപ്പമുണ്ടാവില്ല. വർഷകാലത്തൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. വേനൽക്കാലത്തൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഏറ്റവും പ്രശ്നം നമുക്ക് ഈ വെയിലാണ്. ശരിക്കും ഏറ്റവും വലിയ വിശർക്കില്ല. അതാണ് ഏറ്റവും വലിയ. അതിനെന്തെങ്കിലും കണ്ടുപിടിച്ചിങ്ങനെ രക്ഷപ്പെട്ടു. കുറച്ചെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസം കിട്ടും. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ഒരു രോഗാവസ്ഥയിലുള്ള പല ആൾക്കാരും ഉണ്ടാവും. നമ്മൾ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ചിലപ്പോൾ അറിയാം ചേട്ടനുള്ളത് മാത്രമായിരിക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് ആളുകൾ കണക്കാക്കും. എന്താ പറയുക, ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആയതിനു ശേഷം ആണ് നമ്മൾ അറിയുന്നത് ഇന്ന രോഗാവസ്ഥയുള്ള കുറച്ച് ആളുകൾ
നമ്മുടെ ഉണ്ടെന്ന് കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ അതിനകത്തുനിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവരുമായിട്ടൊരു സൗഹൃദമോ? കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്നിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ബാക്കിയുള്ളവരെക്കാട്ടിലും കുറച്ചുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ ബാക്കിയുള്ള ഈ ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഗ്രൂപ്പുകളൊക്കെ ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും പല അവസ്ഥയാണ്. ചിലവർക്ക് എൻ്റെ മാതിരി ആവില്ല, വേറെ തരത്തിലായിരിക്കും. ഇത് ഏറ്റവും ഡേഞ്ചർ എനിക്കാണ്. എൻ്റെ അവസ്ഥയാണ് ഏറ്റവും ഡേഞ്ചർ. ആണോ? പിന്നെയുള്ളതൊക്കെ ഡേഞ്ചർ കുറവുള്ളതൊക്കെയാണ്. അത്രയും അവർക്ക് അത്രയും പെൺകുട്ടികളുണ്ട്, അവർക്കൊന്നും അത്ര പ്രശ്നമില്ല. എന്നാ ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. ഞാനാണ് ഏറ്റവും വലിയ, എൻ്റെ മേര് 2-3 പേരങ്ങോട്ടുള്ളൂ ഇത്രയും ഡേഞ്ചറായിട്ട്. ബാക്കിയൊക്കെ ഒരു ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മരുന്ന് കഴിക്കുമ്പോഴും കുറച്ച് കുറയുന്നുണ്ട്. എനിക്കൊന്നും കഴിച്ചിട്ട് ഇത് ആവുന്നില്ല. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളൂ, ശരീരം കേടാവാണ്ട് നോക്കാൻ. ഇപ്പൊ കുട്ടികൾക്ക് വരുന്നുണ്ടാവൂലേ? കുട്ടികൾക്ക് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ പാരന്റ്സിന് ചിലപ്പോ ശരിക്കും ഒരു എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവയർനെസ് ഒക്കെ കൊടുക്കാറുണ്ട്? അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട എന്നുള്ള രീതിയിൽ അവര് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ ഞങ്ങളങ്ങനെ കൂട്ടായ്മ കുറച്ച് വന്നപ്പോഴാണ് അതിൽ നിന്ന് ഫ്രണ്ട്സുകൾ വരലും അതിൽ വിവാഹം കഴിക്കലും കാര്യങ്ങളൊക്കെ ആയത്. അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും അകത്ത് തന്നെയാണ്. ഫസ്റ്റ് ഏറ്റവും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസ് പോലും ഇടില്ല ഫേസ്ബുക്കിൽ. ഞാൻ ഇടാറുണ്ട് എൻ്റെ ഫോട്ടോസ് ഇല്ലാണ്ട്. പിന്നെ ഞാൻ വേറെ ആരും ഫോട്ടോസ് ഇടാറില്ല, പെൺകുട്ടികളൊന്നും ഇടാറില്ല. പിന്നെ അങ്ങനെ ഇട്ടിട്ട് വന്നപ്പോൾ പെൺകുട്ടികൾ ഇട്ട് തുടങ്ങി. അപ്പോൾ അവർക്കും ചെളിപ്പുണ്ടെന്ന്, അത് അവരുടെ മുഖം കാണിക്കാനായിട്ടൊരു ചെളിപ്പ് അവർക്കുണ്ട്. ഇപ്പം അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങിയപ്പോൾ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി കുറേശ്ശെ കുറേശ്ശെ. ഇനി ലൈഫിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതുപോലെ ആക്കണം ലൈഫ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആഗ്രഹമുള്ള മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് നിന്നോടൊന്നും കഴിയില്ല, എന്നോടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാണ് എല്ലാവരും അങ്ങനെയാണ് പറയാം. നീ വയ്യാത്ത കുട്ടിയല്ലേ. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യാത്ത ആളാണെങ്കിൽ ഇനി ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഞാൻ ഇതുവരെ ജീവിച്ചു മരിക്കാണ്ട്. അപ്പോൾ ചെറുതായിട്ടെങ്കിലും എനിക്ക് കഴിവില്ലേ. ഇവിടം വരെ ഞാൻ പിടിച്ചു നിന്ന്. ഇവർ ഉദ്ദേശമാരൊന്നുമല്ല എൻ്റെ ജീവിതമായിരുന്നത്. എന്നിട്ടും നമ്മൾ ഇതവരെ ബുദ്ധിമുട്ടില്ലാത്ത രീതി നമ്മൾ കൊണ്ടുവന്നില്ല. അപ്പം ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് കിട്ടി രക്ഷപ്പെടണം, അവർക്ക് അത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മരിക്കാണ്ട് നടക്കണത് ഇത്ര വയസ്സായിട്ട്. ഇനി മുന്നോട്ട് എന്തെങ്കിലും ഒരു വർക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് എൻ്റെ ആഗ്രഹം. ശിവൻചേട്ടൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ലൈഫിൽ ഭയങ്കര ഒരു സ്ട്രഗിളിങ്, എല്ലാം സ്ട്രഗിളിങ് സിറ്റുവേഷൻസ് തന്നെയാണ് ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിലും പെട്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടോ ഇനി എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ മനസ്സിലൊക്കെ? പല വട്ടങ്ങൾ തോന്നിയിട്ടുണ്ട്, ഇഷ്ടം പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പിന്നെ ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ അത് പെട്ടെന്ന് മൈൻഡ് മാറണത്. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമ്മളെ ദൈവം പുറത്തേക്ക് വിട്ടിട്ടുള്ളത്, നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ നടക്കണം എന്നാണല്ലോ, അല്ലെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ ആവാമായിരുന്നു. അപ്പം ഇങ്ങനെയാണ് നടക്കാനായിരുന്നു, ഇങ്ങനെയാണ് നടന്ന് ജീവിച്ച് മരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പം അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. അതിൽ സന്തോഷിക്കുന്നു ഞാൻ. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക, ദുഃഖമില്ല. ദുഃഖം വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സ്പോട്ടിലുണ്ടാവില്ല. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പോയി. പലപ്പോഴും വരും, അവസരങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് അത് മൈൻഡ് പെട്ടെന്ന് പിടിക്കെങ്കിലൊക്കെ മാറ്റി ഇവിടം വരെ പിടിച്ച് നിന്നുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇത്രയും വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനാണ്, എപ്പോൾ വേണമെങ്കിലും എന്താണെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, അതും പറയാൻ പറ്റില്ല. പണ്ടത്തെ മാതിരിയുള്ള ധൈര്യം ഇപ്പില്ല. ഇത് കഴിഞ്ഞോടിയിട്ട് എനിക്ക് എൻ്റെ ധൈര്യം പോയി. പണ്ടെന്ന് ഭയങ്കര എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു.
ഇപ്പം എന്തെങ്കിലും വിഷമം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പറഞ്ഞ മാതിരി തോന്നാറുണ്ട് പലപ്പോഴും. ഇത്ര നാള് ഇങ്ങനെ നിന്നില്ലേ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റും തന്നെ ഞാൻ വിശ്വസിക്കണേ. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ പറ്റില്ല. ഇത് കാണുന്ന കുറേ പേരുണ്ടാവും, അവർക്ക് അവരിൽ എത്ര പേർക്ക് ഇത്രയൊരു കരുത്തോടു കൂടി തന്നെ ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ, ഇത്രയും മനക്കട്ടിയോടുകൂടി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങോട്ട് തന്നെ നന്നായി പോട്ടെ. എനിക്ക് തോന്നണം, എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേട്ടനെ അതിന് ചികിത്സ ഒരു സഹായമോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേട്ടന് അങ്ങനെ ഒരു സഹായം കിട്ടട്ടെ. ഇത് കാണുന്ന ഏതെങ്കിലും നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലേ.